ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടില്ലേ, ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സിംഗിൾ പേജ് വെബ്സൈറ്റാണ്. അതായത് ഈ ഒരു സ്ക്രീനിൽ തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചിരിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതേ പേജിൽ തന്നെയാണ് പ്രൊജക്റ്റ് എന്നുള്ള ഭാഗം കാണിക്കുന്നത്. അതുപോലെ നമ്മൾ സർവീസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൽ പോയി അവിടെ സ്ക്രോൾ ചെയ്ത് നിന്നു. അതുപോലെ തന്നെ എബോട്ടസ്. അപ്പോൾ ഈ ഒരു സിംഗിൾ പേജിൽ തന്നെയാണ് ഇതിലെ എല്ലാ സെക്ഷൻസും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗ്മയിൽ ഇതുപോലൊരു ഡിസൈൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലൊരു സ്ക്രോൾ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിഗ്മയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഫിഗ്മയിൽ തന്നെ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിസൈൻ ഓരോ, ഇപ്പോൾ നാവിഗേഷൻ നിങ്ങൾ കണ്ടില്ലേ, ഹോം ഉണ്ട്, എബോട്ടസ് ഉണ്ട്, സർവീസസ്, പാർട്ട്നേഴ്സ്, കോണ്ടാക്ട്സ്. ഇത് ഓരോ സെക്ഷനും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ, ഇപ്പോൾ എബോട്ടസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കണം. അതുപോലെ സർവീസസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സർവീസസ് എന്നുള്ള സെക്ഷനിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഞാനൊരു ഡിസൈൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സെക്ഷനും ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നൗ ബാർ, ബാനർ, ഇവിടെ എബോട്ടസ്, അങ്ങനെ ഓരോ സെക്ഷനും ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, ഈ ബാനർ എന്നുള്ള സെക്ഷൻ, അതുപോലെ ഇവിടെ നാവ് ബാർ എന്ന സെക്ഷൻ ഉണ്ട്. ഈ നാവ് ബാറിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിം സെലക്ഷൻ എന്നത് സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷൻ ഞാനിവിടെ നാവ് ബാറിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്രെയിം സെലക്ഷൻ എന്ന് സെലക്ട് ചെയ്തു. ഞാനവിടെ പേര് കൊടുക്കുകയാണ് നാവ് ബാർ. അതേപോലെ ഇതും ആക്ച്വലി ഇത് ഈ നാവ് ബാർ എന്നുള്ളതും ഈ ബാനർ എന്നുള്ളതും നമുക്ക് ഒറ്റ സെക്ഷനായിട്ട് മതി. അതുകൊണ്ട് ഞാനിതിനെ സെപ്പറേറ്റ്, ഇതിനെ ഒരു ഫ്രെയിമായിട്ട് മാറ്റുന്നില്ല. ഇനി നമുക്കുള്ളത് ഇവിടെ, ഇത് നമ്മുടെ എബോട്ടസ് സെക്ഷനാണ്. ഇതും നമ്മൾ എന്ത് ചെയ്യുക, ഫ്രെയിം സെലക്ഷൻ ചെയ്യുക, എബോട്ടസ്. ഇനി സർവീസസ്, ഫ്രെയിം സെലക്ഷൻ, സർവീസസ്. ഇത് പാർട്ട്നേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിലവിൽ ഇതുപോലെ ഒരു ഗ്രൂപ്പായിട്ടാണുള്ളത്. ഞാനതിനെ, ഈ ഐക്കൺ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിം സെലക്ഷൻ കൊടുക്കുമ്പോൾ അത് ഒരു ഫ്രെയിമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ഐക്കൺ ചേഞ്ച് ആയത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, കോൺടാക്റ്റ് അസൈൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ഇടുന്നത്, എബോട്ടസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു, പ്രോട്ടോടൈപ്പ് പോകുന്നു. ഇവിടുന്ന് ഞാൻ ഇവിടെ ഈ പ്ലസ് ഐക്കൺ കണ്ടില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ എബോട്ടസ് എന്നുള്ള സെക്ഷനിലേക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓൺ ക്ലിക്ക് സ്ക്രോൾ ടു എബോട്ടസ്. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ ഇതിൻ്റെ ആനിമേഷൻ വേണം, ഇൻസ്റ്റൻറ്റ് വേണം. അത് നമുക്ക് തൽക്കാലം ആനിമേഷൻ എന്നുള്ളത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഈ പ്ലേ ഐക്കൺ പ്രസൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. നമുക്ക് നോക്കാം ഇപ്പം ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന്. ഞാൻ തൽക്കാലം ഈ ഭാഗം ഹൈഡ് ചെയ്യുന്നു. എബോട്ടസ് കണ്ടില്ലേ, നമ്മളിവിടെ എബോട്ടസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സ്ക്രോൾ ചെയ്ത് അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ബട്ടൺസും ചെയ്യാം. സർവീസസ്,
ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു, സർവീസസ് എന്നുള്ള ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഓൺ ക്ലിക്ക് സ്ക്രോൾ ടു സർവീസസ് ആനിമേറ്റ്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ്, ഇവിടുന്ന് പാർട്ട്നേഴ്സിലോട്ട് ഞാൻ കൊണ്ടുവന്നു. സ്ക്രോൾ ടു പാർട്ട്നേഴ്സ് ആനിമേറ്റ്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, കോണ്ടാക്ട്. ഇവിടെ നിന്ന് ഞാൻ മാറ്റിയത് കോണ്ടാക്ട്സ് കൊടുക്കുകയാണ്. ഓൺ ക്ലിക്ക് സ്ക്രോൾ ടു സ്റ്റാർട്ട് ആനിമേറ്റ് കൊടുത്തിട്ട് ഇനി നമുക്ക് നോക്കാം. എബോട്ടസ് ക്ലിക്ക് ചെയ്തു, അത് എബോട്ടസിൽ വന്നു. സർവീസസ് ക്ലിക്ക് ചെയ്യാണ്, സർവീസസ് എന്നുള്ള പാർട്ട് വന്നു. അങ്ങനെ ഓരോന്ന് പാർട്ട്നേഴ്സ്, കോണ്ടാക്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നമ്മളിത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാവ് ബാർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ നാവ് ബാർ നമുക്ക് എപ്പോഴും അവിടെ തന്നെ വിസിബിൾ ആയിരിക്കണം. അതായത് ഈ ഒരു ഭാഗം എപ്പോഴും വിസിബിൾ ആയാൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മളിതുപോലെ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിനെന്ത് ചെയ്യാം, അത് വളരെ സിമ്പിളാണ്. ഞാനിവിടെ ഡിസൈനിലോട്ട് വന്നു, ഞാനിതാ ഈ നാവ് ബാർ സെലക്ട് ചെയ്തു. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ ലെയറിൽ കാണാൻ പറ്റും. എൻ്റെ നാവ് ബാർ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഫിക്സ് പൊസിഷൻ വെൻ സ്ക്രോളിങ്, അത് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ഔട്ട്പുട്ട് നോക്കി, എബോട്ടസ് കണ്ടില്ലേ, അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. പാർട്ട്നേഴ്സ്, കോണ്ടാക്ടേഴ്സ്, എബോട്ടസ്, സർവീസസ്, പാർട്ട്നേഴ്സ്. അങ്ങനെ ഈസി ആയിട്ട് നമുക്കിത് ഫിഗ്മയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇതിനെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ചെറിയൊരു എഫക്റ്റ് കൂടി, ഒരു സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മുടെ ബാനറാണ്, കണ്ടില്ലേ, ഈ ബാനറിനെ ഞാനിവിടെ ഒരു കോപ്പി എടുത്ത് വെച്ചു. എന്നിട്ട് ഇത് ഒരെണ്ണം, രണ്ടാമതൊരു ബാനർ വെച്ചു, അതെന്നെ കോപ്പി എടുത്തു. മൂന്നാമതും ഒരു 3 കോപ്പി എടുത്തു. അതായത് നമ്മുടെ ആൾട്ട് കീ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഐക്കൺ മാറുന്നുണ്ടല്ലോ, ഈ ഏരോ. സിമ്പിളായിട്ട് നമുക്കിതുപോലെ കോപ്പി എടുക്കാം. ഇനി ഞാനെന്താ ചെയ്യുന്നത്, ഈ രണ്ടാമത്തെ ഈ ഇമേജ് സെലക്ട് ചെയ്തു, അതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പ്ലഗിൻസ് കാണാൻ പറ്റും. പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരൊന്ന് അതെടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എങ്ങനെയാണ് പുതിയ പ്ലഗിൻസൊക്കെ ആഡ് ചെയ്യുന്നത്. ഞാനിവിടുന്ന് പെക്സൽ എന്ന് പറയുന്നൊരു പ്ലഗിൻ ഓപ്പൺ ചെയ്തു. ഇവിടുന്ന് ഒരു ഇമേജ് സെർച്ച് ചെയ്യണം, ഓഫീസ്. ഞാൻ ഈ ഒരു ഇമേജ് അവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഇമേജ് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജ് എടുക്കാം, കണ്ടില്ലേ. ഇനി ഇത് സെലക്ട് ചെയ്യാണ് ഞാൻ, കോർപ്പറേറ്റ്. ഞാൻ റാൻഡമായിട്ട് ചുമ്മാ ഒരു ഇമേജ് ഇടുകയാണ്. കോർപ്പറേറ്റ് സെർച്ച് ചെയ്തു, ഈ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, 3 ഇമേജും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ എങ്ങനെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബാനറൊക്കെ ആനിമേറ്റ് ചെയ്യല്ലേ, ഈ ഇമേജ് മാറി അടുത്ത ഇമേജ് വരണം, അത് മാറി അടുത്ത ഇമേജ്, അങ്ങനെ 3 ഇമേജും നമുക്ക് ഫെയ്ഡ് ഔട്ടായിട്ട് അത് മാറി വരുന്ന പോലെ കാണിക്കണം, ഒരു എഫക്റ്റ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തൽക്കാലം ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്നും മാറ്റുന്നില്ല, ഇമേജ് മാത്രം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയില്ലേ, ക്രിയേറ്റ് കമ്പോണൻറ്റ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തതും ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് കമ്പോണൻ്റ് എടുത്തു. മൂന്നാമത്തെ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് കമ്പോണൻ്റ് ചെയ്തു. എന്നിട്ട് ഈ 3 കമ്പോണൻറ്റും കൂടി സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം, കമ്പൈൻ ആസ് വേരിയൻസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ട് കാണാം. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബാനർ എന്നതിന് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. ഇനി എന്താ ചെയ്യുന്നത്, നമ്മുടെ നേരെ പ്രോട്ടോടൈപ്പിലേക്ക് സ്വിച്ച് ചെയ്യുക. ഒന്നാമത്തെ കമ്പോണൻറ്റ് സെലക്ട് ചെയ്തു, പ്രോട്ടോടൈപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന്
ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഓൺ ക്ലിക്ക് എന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ഇമേജും മാറി വരുന്ന പോലെ കാണിക്കണം. അപ്പോൾ നമ്മൾ ഓൺ ക്ലിക്ക് എന്നുള്ളത് മാറ്റിയിട്ട് ആഫ്റ്റർ ഡിലേ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടൈം നമുക്ക് മാറ്റി കൊടുക്കാം. 1000 കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ആനിമേറ്റ്, ഇതും ഞാൻ 1000 കൊടുക്കുകയാണ്. ഇനി അടുത്ത ഇമേജ് ഇവിടെ നിന്ന് മൂന്നാമത്തെ ഇമേജിലേക്ക് കൊടുക്കുകയാണ്. സെയിം മെത്തേഡ് തന്നെ. ആഫ്റ്റർ ഡിലേ 1000, ഇതും 1000 കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൂന്നാമത്തെ ഇമേജിൽ നിന്ന് ഒന്നാമത്തെ ഇമേജിലേക്ക് കൊടുക്കുക. അതും ആഫ്റ്റർ ഡിലേ 1000, സ്റ്റാർട്ട് ആനിമേറ്റ് 1000. അതായത് ഇപ്പോൾ ഇത് ലൂപ്പ് പോലെ വർക്ക് ചെയ്യും. ഒന്നാമത്തേൽ നിന്ന് രണ്ടാമത്തേലേക്കും, രണ്ടാമത്തിൽ നിന്ന് മൂന്നാമത്തേലേക്കും, മൂന്നാമത്തെ ഇമേജിൽ നിന്ന് വീണ്ടും ഒന്നാമത്തെ ഇമേജിലേക്കും വരുന്നതാണ്. ഇനി എന്താണ് ചെയ്യുക? ഞാൻ എൻ്റെ ഡിസൈനിലോട്ട് വന്നു. ബാനർ ഞാനിവിടെ മാറ്റി വെച്ചു. ഇനി നമ്മുടെ കമ്പോണൻ്റ് ഇല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പോണൻസ് എന്നുള്ളത് നമ്മുടെ ഒരു ബാനർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണൻ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഞാനിങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. പകരം നമ്മുടെ പുതുതായി ഉണ്ടാക്കിയ ബാനർ അവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. കണ്ടില്ലേ? ഇനി നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. കണ്ടില്ലേ? ഓരോ ഇമേജായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട് കാണും. ഈ ടെക്സ്റ്റും കൂടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഓരോ ഇമേജിനും സെറ്റാവുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് നമ്മളിവിടെ മാറ്റി കഴിഞ്ഞാൽ അതൊന്നുകൂടി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ? എബൌട്ട് ക്ലിക്ക് ചെയ്തു. എബൌട്ട് പോയി സർവീസസ്, പാർട്ട്നേഴ്സ്, കോൺടാക്റ്റ്, വീണ്ടും നമ്മൾ ഹോം പേജിലോട്ട് പോകും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ വെബ്സൈറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ ഡിസൈനൊക്കെ അപ്രൂവ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഡിസൈൻ മാത്രം ചെയ്ത് നിങ്ങളൊരു ഡെവലപ്പേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഇതുപോലെ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക ഫിഗ്മയിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് പറയുക. നമുക്ക് ഇനിയൊരു വീഡിയോയിൽ അത് ചെയ്യാം. അപ്പോൾ താങ്ക് യു.